ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിൽ നോക്കിയപ്പോൾ എന്താണ്ട് ഈ ഒരു ഫോണിൻ്റെ ഒരു നമ്മളുടെ ഒരു ഫോൺ വരുന്ന ആ പെട്ടിയുണ്ട്. അതിനകത്ത് ഫോണെല്ലാം പൊട്ടിപ്പോയാലും അതിനകത്ത് ഓരോ കാർഡും ഇൻഫർമേഷനും എല്ലാം അതിനകത്താണ്. അതിനെ എല്ലാത്തിനും നിങ്ങളിങ്ങനെ സൈഡിലോട്ടങ്ങ് തട്ടുക, എന്നിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ കുറേ കവേഴ്സാണ്. അതിനെ എല്ലാത്തിനും നമ്മൾ എടുത്ത് കളയണം. അപ്പോൾ നമ്മൾ എടുത്ത് കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉണ്ടല്ലോ. അപ്പോൾ ഇതിനെ നമ്മൾ ഒരു ആർട്ടാക്കി എടുക്കാൻ പോവാണ്. ഇതിൻ്റെ ക്യാപ്പിൻ്റെ ഭാഗമുണ്ട്. ആദ്യം നിങ്ങൾ ഇങ്ങനെ വെച്ചേക്കുക. ഇങ്ങനെ വെച്ച് ഒരളവ് എടുക്കണം. ഞാൻ ഇതിന് ഇപ്പോൾ ഇവിടെ പേനയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പെൻസിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ്ട് മാക്സിമം നെക്കി അത് റെഡിയാക്കി എടുത്തിട്ട് ഒന്ന് വരാം. 3 പ്രാവശ്യം അവിടെ കൂടെ ഒന്ന് വരച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇനി ഇതിനെ ഈ വരച്ച ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഗൈസ്, ഞാൻ ഇത് കട്ട് ചെയ്തുകൊണ്ടൊന്ന് ഇതിൽ പാടായിരുന്നു, ഹാർഡായി ടൈപ്പ് ബോക്സസ്. അപ്പോൾ നമ്മൾ അതിനെ മാറ്റി വെച്ചിട്ട് നമ്മളുടെ ഹെഡായിട്ടുള്ള ഇതിനെ എടുക്കുക. ഈ ഒരു പാർട്ട് കണ്ടോ, ഇതിനെ കട്ട് ചെയ്തുകൊണ്ട് വരാം. അപ്പോൾ ഞാൻ പോയി കട്ട് ചെയ്തുകൊണ്ട് വരാം. സോ നമുക്ക് ഈ ഒരു പാർട്ട് നമ്മൾ ഇതിനകത്ത് നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് എളുപ്പമായിരുന്നു. അത് ജസ്റ്റ് ഫാൾ ഓഫ് ആയതേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു പാർട്ട് അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഫാൾ ഓഫായി. ഈ പാർട്ട് നമ്മളുടെ ഈ ഒരു പാർട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഇതിനെ ഒട്ടിച്ചു കൊടുത്ത് നമുക്കതിനെ ഒരു ഡ്രോയർ ടൈപ്പിലായിട്ട് ആക്കിയെടുക്കാം. നമ്മളുടെ ഈ പാർട്സൊക്കെ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. പക്ഷെ നമ്മൾ ആ കട്ട് ചെയ്ത പാർട്ടിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ ഇത്രയും ഭാഗമേ ഒട്ടിച്ചിട്ടുള്ളൂ. എന്താ കാരണം ചോദിച്ചാൽ, നമ്മൾ ഇവിടെ ഒട്ടിക്കുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കയറാൻ പാടാം. ഈ ഒരു ബോക്സിനകത്ത് ഇപ്പോൾ കണ്ടോ കറക്റ്റായിട്ടിരിക്കണം. പ്ലാൻ അല്ല നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യാനാണ്. എന്നിട്ട് ഒരു ഡ്രോയറിൻ്റെ രീതി നമ്മൾ കീബോർഡ് ഇട്ട് തുറക്കാനായിട്ട് പാടാം. ഈ ഒരു മോഡലിൽ ചെയ്യാനാണ്. കണ്ടോ, അപ്പോൾ ഇത് നമ്മൾ അവിടെ ഒട്ടിച്ച് വെച്ചിട്ട് നമുക്ക് ഈ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിച്ച് വെക്കാം. ഇത് 2 ഭാഗവും. മുകൾ ഭാഗം നമുക്ക് പെയിൻ്റ് അടിച്ചെടുക്കാം. അകഭാഗം പിന്നെയും കുഴപ്പമില്ല. മുകൾ ഭാഗം എന്തായാലും നമുക്ക് പെയിൻ്റ് അടിച്ചേ പറ്റും. ഈ സൈഡൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ പെയിൻ്റ് അടിച്ചാൽ മതി. ഞാൻ ഈ സൈഡൊന്നും അത്യാവശ്യമായിട്ട് പെയിൻ്റ് അടിക്കാനായിട്ട് ആലോചിക്കുന്നില്ല. നമുക്ക് സ്പ്രേ പെയിൻറ് വരുമ്പോൾ നമുക്കത് അടിക്കാൻ നോക്കാം. സ്പ്രേ പെയിൻ്റ് ഉള്ളവർക്ക് അത് അടിക്കാം. ഞാൻ ഇതിൻ്റെ അപ്ഡേറ്റ് ഇട്ടേക്കാം ഷോർട്സിനകത്ത്. പെയിൻ്റ് അടിച്ചതിൻ്റെ ഒരു സ്റ്റേജൊക്കെ ഞാൻ ഷോർട്സിനകത്ത് ഇട്ടേക്കാം. അപ്പം എല്ലാവർക്കും ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് മുകൾ ഭാഗം ഒട്ടിച്ചെടുക്കാം. ഇവിടെ 4 ഡബിൾ സൈഡ് ടേപ്പ് പീസായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒട്ടിച്ചു കൊടുക്കാം 4 സൈഡിലായിട്ട്. ഞാനത് ഒട്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ രീതിയിലാണ്. അപ്പോൾ ഞാൻ ഇനി ഇതുമായിട്ട് ഒട്ടിച്ചിട്ട് ഞാൻ ഇപ്പം വരാം. ഓക്കെ ഗൈസ്, നമ്മൾ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞ കണക്ക് തന്നെ ഇന്ന് കളറിങ് വീഡിയോ ഞാൻ ഷോർട്സിലിട്ടേക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ട് ഭാഗത്ത് ഇത് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ഫിറ്റ് ചെയ്യണം. ഇങ്ങനെ വലിച്ച് തുറക്കാനും അടയ്ക്കാനും. അപ്പോൾ എന്തുകൊണ്ടെന്ന് ഞാൻ ആലോചിച്ചപ്പോഴാണ് നമുക്ക് എന്തുകൊണ്ടൊരു ഇതുണ്ടാക്കിക്കൂടാ. അല്ലെങ്കിൽ നമുക്കൊരു ചെയിൻ്റെ ഇത് ഉപയോഗിക്കാം. ചെയിൻ്റെ ആണെങ്കിൽ ഇത്രയും കൂടെ കൂളായിട്ടിരിക്കും ഇത് കാണാൻ. അപ്പം ഇതിൻ്റെ ഈ സാധനം ഞാൻ പിന്നെ ഒട്ടിക്കുന്നുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടേ അത് ഒട്ടിക്കുന്നത് നല്ലത്. എന്ന് പറഞ്ഞാൽ പെയിൻറ്റിങ്ങിൻ്റെ കൂടെ ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിനും കൂടെ വേറെ കളറാകും.
അതുകൊണ്ട് ഞാൻ ഷോർട്സ് ഇട്ടേക്കാം. ചിലപ്പം 2 ഷോർട്സ് ആയിട്ടൊക്കെ ആയിരിക്കും വരുന്നത്, പറയാൻ പറ്റത്തില്ല. നമുക്ക് ഇതിൻ്റെ ടൈം അനുസരിച്ചിരിക്കും ഇത് അടിക്കാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.